രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 15 ഇടങ്ങളിൽ NIA റെയ്ഡ്. പാക് ബന്ധം സംശയിച്ചാണ് പരിശോധന നടക്കുന്നത്. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ഉണ്ട്. മനീഷ്, നമുക്കറിയാം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം അത്രത്തോളം ജാഗ്രതയിലും സൂക്ഷ്മതയിലുമാണ് നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലല്ലേ ഈ NIA റെയ്ഡ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? അഞ്ജലി, തീർച്ചയായും പഹൽഗാം ആക്രമണവും അതിന് പിന്നാലെ നടന്ന സിന്ദൂർ പ്രത്യാക്രമണത്തിനൊക്കെ ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളായി നടത്തിയ റെയ്ഡുകളിലും അന്വേഷണത്തിലൊക്കെ നിരവധി ആളുകളെ ഇതിനു മുമ്പും പിടികൂടിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് 2023 മുതൽ സൈന്യത്തിൽ നിന്ന് സൈനികൻ പാകിസ്ഥാൻ വിവരങ്ങൾ ചോർത്തി നൽകിയ ആളെ അടക്കം NIA കസ്റ്റഡിയിലെടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിലിപ്പോൾ വീണ്ടും റെയ്ഡ് നടക്കുന്നത്. 8 സംസ്ഥാനങ്ങളിലായി 15 സ്ഥലങ്ങളിലാണ് നിലവിലിപ്പോൾ റെയ്ഡ് നടന്നിരിക്കുന്നത്. ഈ റെയ്ഡിൽ നിന്നും ചില സുപ്രധാന വിവരങ്ങൾ ലഭിച്ചതായാണ് വിവരം. കാരണം ഈ റെയ്ഡ് നടത്തിയിടങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാനുമായി ബന്ധം പുലർത്തിയിരുന്ന ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയിരുന്നവരുടെ വീടുകളിലാണ് നിലവിലിപ്പോൾ റെയ്ഡ് NIA നടത്തിയിട്ടുള്ളത്. ഇവരിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള തെളിവുകളും കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ NIA നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിലവിലിപ്പോൾ എത്ര പേരെയാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തമായ വിവരമില്ലെങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേര് ഇപ്പോൾ കസ്റ്റഡിയിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സൈനികരെ പിടികൂടിയതിന് മുമ്പ് തന്നെ യൂട്യൂബർ ആയിട്ടുണ്ടായിരുന്ന ജ്യോതി മൽഹോത്ര അടക്കമുള്ളവരെ NIA ഈ ചാരപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിർത്തിയിലുണ്ടായ സംഘർഷാവസ്ഥയിൽ പാകിസ്ഥാന് വേണ്ട വിവരങ്ങളെല്ലാം തന്നെ ചോർത്തി നൽകിയത് ഇത്തരത്തിലുള്ള യൂട്യൂബർമാരും അടക്കുന്ന സംഘമാണെന്നുള്ള കാര്യം NIA അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് വ്യാപകമായി അന്വേഷണം വ്യാപിപ്പിച്ചതും പാകിസ്ഥാനുമായി ബന്ധം പുലർത്തുന്നവരെ എല്ലാവരും തന്നെ ചോദ്യം ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഇവർ ഈ കുറ്റവാളികളിൽ നിന്ന് കണ്ടെത്തുന്നവരെ വീടടക്കം റെയ്ഡ് നടത്തി ഇവരെ കസ്റ്റഡിയെടുക്കാനുള്ള നടപടികളിലേക്ക് NIA കടന്നിട്ടുള്ളത്. എന്തായാലും ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി അതിനുശേഷം നടന്ന അതിർത്തിയിലെ സംഘർഷത്തിനൊക്കെ ബാക്കിയായി പലപ്പോഴായി ഇന്ത്യയിൽ നിന്ന് മനീഷ്, വ്യക്തമാണ്. രാജ്യത്തെ 8 സംസ്ഥാനങ്ങളായി 15 ഇടങ്ങളിൽ NIA റെയ്ഡ് നടക്കുകയാണ്. പാക് ബന്ധം സംശയിച്ചാണ് പരിശോധന നടക്കുന്നത്. വിവരങ്ങൾ നൽകിയത് മനീഷ് ഐഷ മാത്യു ആണ്.